സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇസ്രായേലിലെ കോൺഫ്ലിക്റ്റുകളെ കുറിച്ചുള്ള വീഡിയോകൾ കാണുകയായിരുന്നു. ആ വീഡിയോകൾ കാണുന്ന പല ആളുകളും ഇസ്രായേലിൻ്റെ ചരിത്രം അറിയാൻ താല്പര്യമുണ്ട് എന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സീരീസ് ഓഫ് വീഡിയോസ് ഇസ്രായേലിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെ ഇസ്രായേൽ ഉണ്ടായി, അത് എങ്ങനെ ഈ കാലഘട്ടം വരെ എത്തി, ഇത് ഏകദേശം 4000 വർഷം വരുന്ന ഒരു ചരിത്രമാണ്. ഞാനീ പറയുന്ന ചരിത്രം പ്രധാനമായും അതിൻ്റെ BC 2000 മുതൽ യേശുവിൻ്റെ ജനനം അതിനുശേഷമുള്ള കാലഘട്ടമുള്ളത് ബൈബിളിക്കൽ റെഫറൻസുകളാണ്. ബൈബിളിൽ നിന്നുള്ള റെഫറൻസുകൾ വെച്ചാണ് പറയുന്നത്. അതിനെ സെക്കുലർ റെഫറൻസുകളുമായി ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അബ്രാഹാമിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ഏകദേശം BC 1900-ഓടെയാണ്. അതിന് മുൻപുള്ള കാലഘട്ടങ്ങളെക്കുറിച്ച് ബൈബിളിൽ പരാമർശമുണ്ട്. നോഹിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച്, ആദത്തിൻ്റെ ജനനത്തെക്കുറിച്ച്. അപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ, ബൈബിളിലെ 1-ാമത്തെ പുസ്തകമായ ഉൽപ്പത്തിയിൽ ഇത്തരം പരാമർശങ്ങളുണ്ട്. എങ്കിലും വളരെ കൃത്യതയോടെയുള്ള ഒരു പരാമർശം ആരംഭിക്കുന്നത്, ഒരു കഥ ആരംഭിക്കുന്നത്, ചരിത്രം ആരംഭിക്കുന്നത് അബ്രാഹത്തോടു കൂടിയാണ്. ഈ അബ്രാഹാം എന്ന് പറയുന്നയാൾ മെസൊപ്പൊട്ടാമിയൻ റീജിയനിലുള്ള ആളാണ്. മെഡിറ്ററേനിയൻ റീജിയൻ എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുള്ള പ്രദേശമാണ്. ഇത് മെസൊപ്പൊട്ടാമിയൻ റീജിയൻ എന്ന് പറയും. മെസൊപ്പൊട്ടാമിയൻ റീജിയൻ, മെസൊപ്പൊട്ടാമിയ എന്ന് പറയുന്ന സ്ഥലം വാസ്തവത്തിൽ ഇന്നത്തെ ഇറാഖിലാണ് വരുന്നത്. മെസൊപ്പൊട്ടാമിയൻ റീജിയൻ എന്ന് പറയുന്നത് ഒരു വലിയ പ്രദേശമാണ്. ആ പ്രദേശത്തിന് ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഗൾഫ് മിഡിൽ ഈസ്റ്റിൽ ഉള്ള യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്ന് പറയുന്ന 2 പ്രമുഖമായ നദികളും. ഈ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളുടെ തീരങ്ങളിലാണ് ഫെർട്ടൈലായിട്ടുള്ള ലാൻഡ് ഉണ്ടായിരുന്നത്. ഇത് അറേബ്യൻ മരുഭൂമിയെ ചുറ്റിയാണ് വരുന്നത്. സൗദി അറേബ്യയുടെ ബഹുഭൂരിഭാഗം മരുഭൂമിയാണ് നമുക്കറിയാം, ഇന്നത്തെ സൗദി അറേബ്യ. ആ സൗദി അറേബ്യയുടെ ചുറ്റും, ആ മരുഭൂമിയുടെ ചുറ്റുമുള്ള ഈ 2 പുഴകളാൽ ഫെർട്ടൈലാക്കപ്പെട്ട പ്രദേശത്താണ് ആദ്യം മനുഷ്യവാസം തുടങ്ങിയത്. അത് ആ പ്രദേശം ആരംഭിക്കുന്നത് ഏകദേശം കുവൈറ്റിൻ്റെ മുകളിൽ നിന്നും, ഇപ്പോഴത്തെ കറണ്ട് കുവൈറ്റിൻ്റെ മുകളിൽ നിന്നും തുടങ്ങി ഏകദേശം ഇറാഖ് മുഴുവൻ ഉൾപ്പെടുകയും ഇറാൻ്റെ ചുരുങ്ങിയ പ്രദേശങ്ങളും, സിറിയയുടെ നല്ലൊരു ഭാഗവും, ടർക്കിയുടെ കുറച്ച് ഭാഗവും, ലെബനോണിൻ്റെ ഭാഗവും, പാലസ്റ്റീൻ വരെയും, ഇതാണ് മെസൊപ്പൊട്ടാമിയൻ റീജിയൻ എന്ന് പറയുന്നത്. അതിനെ പിന്നീട് വേണമെങ്കിൽ, അപ്പോൾ അവിടെ ഈ പാലസ്റ്റീന റീജിയൻ വരുന്ന സമയത്ത് അവിടെ സിനായ് മരുഭൂമിയിലാണ് അത് അവസാനിക്കുന്നത്. ഈ ഡെസാർട്ടുകളുടെ ചുറ്റുമാണ് മനുഷ്യർ വസിച്ച. ഡെസാർട്ടുകളുടെ ചുറ്റും നദികളാൽ നനയ്ക്കപ്പെട്ട പ്രദേശങ്ങളിലാണ് മനുഷ്യവാസം ആദ്യം തുടങ്ങിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതിനെ ഫെർട്ടൈൽ ക്രസർ, വലിയൊരു റീജിയനാണ്. അപ്പോൾ ഏകദേശം ഞാൻ ഈ പറഞ്ഞ ഡിസ്റ്റൻസ് ഏകദേശം ഒരു 1000-1200 കിലോമീറ്റർ വരും. ഇങ്ങ് കുവൈറ്റിൽ നിന്ന് തുടങ്ങി ഇറാഖിലൂടെ പോയി സിറിയയിൽ വന്ന് ലെബനോണിൽ വന്ന് പാലസ്റ്റീനയിൽ എത്തുന്ന ആ ഒരു റൂട്ട്, അതിനെയാണ് ഫെർട്ടൈൽ ക്രസന്റ്. ആ ഒരു റൂട്ട്, ഇത് അബ്രാഹാം വന്ന റൂട്ട് തന്നെയാണ്. ആ റൂട്ട് ഏകദേശം ഒരു 1000-1200 കിലോമീറ്റർ വരുന്ന ഒരു പ്രദേശമാണ്. ഈ സിനായ് മരുഭൂമി കടന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് നൈലുണ്ട്. അപ്പോൾ ആ നൈലിൻ്റെ പ്രദേശങ്ങളിലും ഇതേ കാലഘട്ടങ്ങളിൽ മനുഷ്യർ വസിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നൈൽ നദീനട സംസ്കാരം എന്ന് കേട്ടിട്ടുണ്ട്, മെസൊപ്പൊട്ടാമിയൻ സംസ്കാരം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നദികളോട് ചേർന്ന്, അപ്പോൾ ആ തുടക്കത്തിൽ മനുഷ്യർ നൊമാഡ്സ് എന്ന് പറയും, ആടുകളെ മേയ്സ് നടന്നിരുന്നവരാണ്. അപ്പോൾ ആടുകളെ മേയ്സ് നടന്നിരുന്നവരെ പുല്ലുള്ള പ്രദേശങ്ങളനുസരിച്ച് അന്വേഷിച്ചിങ്ങനെ സഞ്ചരിച്ച് പോകും. ഏകദേശം ഒരു BC 8000-ഓടു കൂടിയാണ് മനുഷ്യർ കൃഷി എന്ന് പറഞ്ഞ പരിപാടി ആരംഭിച്ചത്. കൃഷി ആരംഭിച്ചതോടുകൂടി മനുഷ്യർ ഓരോ സ്ഥലങ്ങളിൽ താമസിക്കാൻ തുടങ്ങി, സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. അപ്പം ഒരു കൃഷി തുടങ്ങിയാൽ അത് ഒരു കാലഘട്ടത്തിൽ വിളവെടുക്കുന്നു, പിന്നീട് അതിൻ്റെ വിത്തുകൾ വീണ്ടും വിതയ്ക്കുന്നു, അത് ചിലപ്പോൾ സ്ഥലം മാറി വിതച്ചേക്കാം. അങ്ങനെ ആളുകൾ സെറ്റിൽ ചെയ്യും. ഈ സെറ്റിൽ ചെയ്ത കാലഘട്ടം മുതലാണ് മനുഷ്യൻ സംസ്കാരം, സിവിലൈസേഷൻ എന്ന് പറഞ്ഞ സാധനം തുടങ്ങുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ സംസാര ഭാഷകൾ തുടങ്ങിയിട്ടുണ്ടാവും. മനുഷ്യർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ, സംസാര ഭാഷകൾ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഈ ഏകദേശം ഒരു BC 5000-ഓടെ കൂടിയാണ് സ്ക്രിപ്റ്റുകൾ, എഴുതാനുള്ള ഓരോരോ സംവിധാനങ്ങൾ, ഓരോ അക്ഷരങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്. പിന്നീട് ഇങ്ങനെ ഒരു ഏകദേശം ഒരു BC, ഈ മെസൊപ്പൊട്ടാമിയൻ റീജിയനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മെസൊപ്പൊട്ടാമിയൻ റീജിയനിൽ ഏകദേശം ഒരു BC 2500 കൂടി ഒരു സാമ്രാജ്യം രൂപപ്പെടുന്നുണ്ട്. ആ സാമ്രാജ്യത്തിൻ്റെ പേര് അക്കാഡിയൻ എംപയർ എന്നാണ്. അപ്പം മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ സാമ്രാജ്യമായിട്ട് കരുതപ്പെടുന്നത് അക്കാഡിയൻ എംപയർ എന്നുള്ളതാണ്. ഇത് ഏകദേശം അങ്ങനെ കൃത്യമായ ബൗണ്ടറികളോ കൃത്യമായ ഭരണ സംവിധാനങ്ങളോ ഒന്നും ഉള്ളതല്ല. എന്നാലും
മനുഷ്യ സമൂഹങ്ങൾ, ഗോത്രങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു 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 മനുഷ്യ സഞ്ചയം. ആ മനുഷ്യ സഞ്ചയത്തിൻ്റെ പേര് അക്കാഡിയൻ എംപയർ എന്നാണ്. അത് പിന്നീട് അസീറിയൻ എംപയർ ആയിട്ടും ബാബിലോണിയൻ എംപയർ ആയിട്ടും. അസീറിയൻ എംപയർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയയാണ് അതിന് സെൻറ്ററായിട്ട് വരിക. ബാബിലോണിയൻ എംപയർ എന്ന് പറയുന്നത് ഇറാഖാണ് അതിൽ സെൻറ്ററായിട്ട് വരിക. അപ്പോൾ അതാണ് ഈ അക്കാഡിയൻ എംപയർ എന്ന് പറയുന്ന ആ എംപയർ വേർപിരിഞ്ഞു പോയിട്ട്, അല്ലെങ്കിൽ അതിലെ സമൂഹങ്ങൾ തമ്മിൽ മത്സരിച്ചിട്ട് പിന്നീട് ഫോം ചെയ്തു വന്ന രണ്ട് സാമ്രാജ്യത്വ ശക്തികളാണ്. ഒരെണ്ണം അസീറിയയും വേറൊന്ന് ബാബിലോണിയയും. ഇതൊക്കെ ഏകദേശം ഒരു BC 1500 കൂടി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു BC 500 ആയപ്പോഴേക്കും പേർഷ്യ വന്നു. അപ്പോഴും ഈ ഓരോ സാമ്രാജ്യങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്, അതിന് ശക്തി കുറഞ്ഞു പോകുന്നുണ്ട്, ആ മനുഷ്യർ തമ്മിൽ അടിയുണ്ടാക്കുന്നുണ്ട്. എല്ലാ കാലങ്ങളിലും മനുഷ്യർ സമ്പത്തിന് വേണ്ടിയും ഭൂമിക്ക് വേണ്ടിയും ഒക്കെ അടിയുണ്ടാക്കിയിട്ടുണ്ട്, യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ധാരാളം മനുഷ്യർ മരിച്ചു പോയിട്ടുണ്ട്. അപ്പം ഓരോരോ പുതിയ പുതിയ സാമ്രാജ്യങ്ങൾ ഇവോൾവ് ചെയ്ത് വരികയാണ്. അപ്പോൾ പേർഷ്യൻ എന്ന് പറയുന്ന സാമ്രാജ്യം വരുന്നത് ഇറാനിൽ നിന്നാണ്. ഇറാൻ കേന്ദ്രീകരിച്ച് വരുന്ന ഒരു സാമ്രാജ്യത്തിന് പേരാണ് പേർഷ്യൻ സാമ്രാജ്യം. അതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററിയിലേക്ക് പോകുന്നില്ല, വളരെ ബ്രീഫായിട്ട് നമ്മൾ കേട്ട് പരിചയമുള്ള ടേംസ് മാത്രം പറഞ്ഞു പോവുകയാണ്. ഏകദേശം ഒരു BC 400-300 കാലഘട്ടത്തിലെ ഗ്രീസ് എന്ന് പറയുന്ന യൂറോപ്പിൻ്റെ ഇങ്ങ് കിഴക്കേ അറ്റത്തുള്ള ഒരു പ്രദേശത്ത് ഫോം ചെയ്തു വരുന്ന ഒരു സാമ്രാജ്യ ശക്തി വരുന്നു, അലക്സാണ്ടർ വരുന്നു. പിന്നീട് BC ഒരു 200 കൂടി റോമൻ എംപയർ ശക്തി പ്രാപിച്ചു വരുന്നു. അപ്പോൾ ഇതാണ് എംപയറുകളുടെ ഒരു കഥ. ഇത് ഈ അബ്രഹാം എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യരാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, മനുഷ്യർക്ക് നൊമാഡിക് കൾച്ചറുള്ള കാലമാണ്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പറയുന്ന ഈ ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയുന്ന ഈ വലിയ റീജിയണിൽ ആളുകൾ ആടുകളെയും കൊണ്ട് അവരുടെ ജോലിക്കാരെയും കൊണ്ട് വലിയ ആടുകളുടെയും ഈ ജോലിക്കാരുടെയും പിന്നീട് ഒരു ഗോത്രത്തിൻ്റെയും ഒക്കെ സഞ്ചാരം എന്ന് പറയുന്നത് അത്ര അസാധാരണമായ ഒരു കാര്യമല്ല. അപ്പോൾ ഒരു പ്രദേശത്ത് വേറൊരു പ്രദേശത്തേക്ക് ആളുകൾ ഇങ്ങനെ ഈ വലിയ ഡിസ്റ്റൻസുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ സ്ഥലങ്ങൾക്കോ ഒന്നും കൃത്യമായ ഡിമാർക്കേഷനോ ഓണർഷിപ്പോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും എവിടെയും എത്താം, എവിടെയും താമസിക്കാം. ഒരു പ്രദേശത്തും കൂടെ മത്സരിക്കാൻ ആളില്ലെങ്കിൽ അവിടെ അവർക്ക് നിൽക്കാം, മത്സരിക്കാൻ ആളുടെ അവരോട് ഓടിപ്പോകേണ്ടി വരും. ഇന്നത്തെ പോലൊന്നും ആളുകളില്ല. അപ്പോൾ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നു, നിങ്ങൾ പെരുകി ഭൂമി മുഴുവൻ നിറയുക എന്ന് പറഞ്ഞാൽ അന്ന് മനുഷ്യരില്ല, മനുഷ്യരുടെ എണ്ണത്തിൽ വളരെ കുറവാണ്. ഉണ്ടായാൽ തന്നെ അത് അസുഖം വന്ന് പലരും മരിച്ചു പോകും. കൂടാതെ ഈ ഇപ്പം നിരന്തരമായ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് കല്ലുമടി ഉപയോഗിച്ചുള്ള യുദ്ധമായിരിക്കും. എന്തായാലും ഈ യുദ്ധങ്ങളിൽ പുരുഷന്മാർ മരണപ്പെടും. അപ്പം സമൂഹത്തിലും പിന്നെ കുടുംബങ്ങളിൽ സമൂഹത്തിലൊക്കെ പുരുഷന്മാരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഒരു പുരുഷൻ ധാരാളം സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിക്കുന്ന ഒരു കൾച്ചർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിന് കാരണം പുരുഷന്മാർ പലപ്പോഴും വേട്ടയാടലിനിടയിലൂടെയോ അല്ലെങ്കിൽ യുദ്ധങ്ങൾക്കിടയിലൂടെയോ ഒക്കെ മരിച്ചു പോകുന്നതുകൊണ്ടാണ്. ബൈബിളിൽ ക്യാരക്ടേഴ്സിനെ നമ്മൾ നോക്കുമ്പം അബ്രാഹാം ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിൻ്റെ താഴോട്ട് വരുന്ന പുരുഷന്മാരായിക്കൊള്ളട്ടെ, പലരും പല ഭാര്യമാരെ സ്വീകരിച്ചായിട്ട് നമുക്ക് കാണാം. ഇവർക്കൊക്കെ ഒരുപാട് ദാസിമാരുണ്ടായിരുന്നതായിട്ട് കാണാം. ഇതിൻ്റെയൊക്കെ റീസൺ സമൂഹത്തിലെ പുരുഷന്മാരുടെ എണ്ണം വളരെ കുറവായിരുന്നു എന്നതുകൊണ്ടാണ്. കാരണം യുദ്ധങ്ങളിലും വേട്ടയാടലുകളിലും ഒക്കെ പെട്ട് ആളുകൾ, പുരുഷന്മാർ അപകടത്തിൽ മരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ആളുകളുടെ എണ്ണം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഏറ്റവും വലിയ സമ്പത്തായി കരുതിയിരുന്നത് മക്കളാണ്. ഒരു വീട്ടിൽ എത്ര മക്കളുണ്ടോ അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതാണ് ആ ഭൂമി നിറഞ്ഞ് നിങ്ങളതിനെ കീഴ്പ്പെടുത്തുക എന്നുള്ള ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ പരാമർശത്തിൻ്റെ അടിസ്ഥാനം. മനുഷ്യരില്ലാത്തത് കൊണ്ട് അന്ന് മനുഷ്യരെ ഏറ്റവും വലിയ സമ്പത്തായി കരുതിയിരുന്ന ഒരു കാലം. പിന്നീട് ജനസംഖ്യയ്ക്ക് വർദ്ധിച്ച് ഇപ്പം നമ്മൾ വീണ്ടും രണ്ടാമത്തെ മനുഷ്യരില്ലാത്ത കാലത്തിലേക്ക് പതുക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് സംഗതിക്കും ഒരു ഇങ്ങനത്തെ ഒരു ഷേപ്പുണ്ട്. അത് പിന്നെ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയും. എന്ത് കാര്യവും തുടക്കത്തിൽ ഒന്നും ഉണ്ടാവില്ല, പിന്നെ അത് വളർന്നൊരു മാക്സിമം നിലത്തി അവസാനം അത് ഇല്ലായ്മയിലേക്ക് പോകും. മനുഷ്യരുടെ എണ്ണത്തിലും ഏകദേശം ഇത് സംഭവിക്കുന്ന ഒരു ലക്ഷണം കാണുന്നുണ്ട്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഈ അബ്രഹാം വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലം ഊർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. UR എന്നാണ് ഇംഗ്ലീഷിൽ, ഊർ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ കുവൈറ്റിൻ്റെ മേലെ ഇന്നത്തെ ഇറാഖിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം അത് ഈ മെസപ്പൊട്ടോമിയൻ റീജിയൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ്. ഈ ഗൾഫ്, പേർഷ്യൻ ഗൾഫ് എന്ന് പറഞ്ഞാൽ കടലിൻ്റെ ഏകദേശം മോൾ ഭാഗത്ത്, ഇറാൻ്റെ തെക്ക് ഭാഗത്ത്, പേർഷ്യൻ ഗൾഫിൻ്റെ വടക്ക് ഭാഗത്ത് ഉള്ള ഒരു പ്രദേശമാണ് ഊർ. ആ പ്രദേശത്തുള്ള അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം വിളിക്കുന്നു. അദ്ദേഹത്തോട് പറയുന്നു, നിന്നെ ഞാൻ തേരും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് അദ്ദേഹത്തിന് ഒരു വിഷൻ ഉണ്ടാവുകയാണ്. ദൈവം അദ്ദേഹത്തെ വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തേനും പാലും ഒഴുകുന്ന നാട് എവിടെയാണ് ഉള്ളത്? അത് കാനാൻ ദേശമാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയും. ക്രസന്റ് എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രൻ്റെ ഷേപ്പിനാണ് ക്രസന്റ് എന്ന് പറയുന്നത്. ഈ തേങ്ങാപ്പൂളിൻ്റെ ഷേപ്പുള്ള ചന്ദ്രൻ ഉണ്ടല്ലോ, അതിൻ്റെ പേരാണ് ക്രസന്റ്. അപ്പോൾ ഈ പ്രദേശം ഈ മരുഭൂമിയെ ചുറ്റി ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് അതിനൊരു പോലത്തെ ഒരു ഷേപ്പുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഫെർട്ടൈൽ ക്രസന്റ് എന്ന് വിളിക്കുന്നത്. ഇത് ഏകദേശം 1000-1200 കിലോമീറ്റർ നീളത്തിൽ വരുന്ന ഒരു സാധനമാണ്. ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെയാണ് ഇതിനിടയിലൂടെ കവർ ചെയ്ത് പോവുക. കുവൈറ്റ്, ഇറാഖ്,
ബാക്കിൽ പിന്നെ ഇറാനുണ്ട്. പക്ഷേ ഇറാനിലേക്ക് ഈ യാത്ര ടച്ച് ചെയ്യില്ല. ഇദ്ദേഹം യാത്ര ചെയ്തത് ഇന്നത്തെ ഇറാൻ്റെ സൗത്തേൺ പാർട്ടിൽ നിന്ന് ഇദ്ദേഹം യാത്ര ചെയ്ത് പിന്നെ സിറിയ ക്രോസ് ചെയ്ത് ടർക്കിയിലൂടെ കടന്ന് ലെബനോണിൽ വന്ന് പലസ്തീന പ്രദേശത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പം ലെബനോണും ഇസ്രായേലും തമ്മിൽ ഗോലാൻ കുന്നുകൾ എന്നൊക്കെ പറയുന്ന പ്രദേശം, ആ പ്രദേശത്തൂടെ ഇങ്ങനെ അദ്ദേഹം ഈ പറയുന്ന റീജിയനിലേക്ക് അടക്കുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം ഈ വന്നത് ധാരാളം ആടുകളും അദ്ദേഹത്തിൻ്റെ ധാരാളം സേവകരും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു മനുഷ്യൻ ഒറ്റയ്ക്കല്ല വരുന്നത്. അന്ന് നൊമാഡിക് കൾച്ചറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, യാത്ര ചെയ്യുന്നത് ഒരു വലിയ സംഘമായിട്ടാണ്. അപ്പോൾ ഇവർ പോകുന്നിടത്തെല്ലാം കുറേ സ്ഥലത്ത് പിന്നെ താമസിക്കേണ്ടി വരും, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും, അവിടെ കയറി ടെൻ്റ് അടിക്കും. അങ്ങനെ പതുക്കെ ചിലപ്പം ഇത് ഏകദേശം 1000 കിലോമീറ്റർ ദൂരം വരും. ഈ 1000 കിലോമീറ്റർ ഒരു സഞ്ചരിച്ചിട്ടുണ്ടാവും മാസങ്ങൾക്കുണ്ടായി. ഇങ്ങനെ കവർ ചെയ്ത് ഇദ്ദേഹം ദൈവത്തിൻ്റെ ഈ ഒരു വിളി കേട്ട് ഈ ഒരു സ്വപ്നം കണ്ട് ഇദ്ദേഹം ഈ പറയുന്ന കാനാൻ ദേശത്ത് എത്തിപ്പെടുകയാണ്. അങ്ങനെയാണ് ഇസ്രായേൽക്കാരുടെ പിതാവ് എന്ന് വിളിക്കുന്ന അബ്രാഹാം കാനാൻ ദേശത്ത് എത്തുന്നത്. ഇപ്പോൾ അവിടെ താമസിച്ചുവെങ്കിലും അദ്ദേഹം പിന്നീട് ഈജിപ്തിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതുമായിട്ടുള്ള കഥകളൊക്കെ നമുക്ക് ബൈബിളിൽ കാണാം. എന്നാലും അദ്ദേഹം ആത്യന്തികമായിട്ട് താമസമാക്കിയത് ഹെബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹെബ്രോൺ ഏകദേശം ജെറുസലേമിൽ നിന്ന് 38 കിലോമീറ്റർ തെക്കോട്ട് മാറിയുള്ള ഒരു പ്രദേശമാണ്. ജെറുസലേമിൽ നിന്ന് ഏകദേശം 38 കിലോമീറ്റർ തെക്കോട്ട് മാറിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ അബ്രാഹാം സഞ്ചരിച്ച് വരുമ്പോൾ ജെറുസലേമും കടന്നാണ് ഹെബ്രോണിലേക്ക് പോകുന്നത്. അങ്ങനെ ഹെബ്രോണിലാണ് അദ്ദേഹം സെറ്റിൽ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടത്തിയിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ കല്ലറയുള്ളതും ഹെബ്രോണിലാണ്. അപ്പം ഇസ്രായേൽക്കാരുടെ പിതാവ് എങ്ങനെ ഹെബ്രോണിലെത്തി എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടുന്നു. ഇത് ഏകദേശം BC 1900-ലാണ് സംഭവിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം ഞാൻ സൂചിപ്പിച്ചു, ഇദ്ദേഹം പിന്നെ ഇടയ്ക്ക്, കാരണം ഇത്രയും വലിയൊരു ഒരു സമൂഹമാണ്, ആളുകളുണ്ട്. ഒരു മോസ്റ്റ് പ്രോബ്ലി അതൊരു ഗോത്രമായിരിക്കും. ആളുകളുണ്ട്, പിന്നെ ധാരാളം ആടുകളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഭക്ഷണം വേണം. അപ്പോൾ എവിടെയെങ്കിലും ക്ഷാമം വന്നു കഴിഞ്ഞാൽ, ഫാമൈൻ വന്നു കഴിഞ്ഞാൽ മറ്റു പ്രദേശങ്ങളിലേക്ക് പോകും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇദ്ദേഹം ഈജിപ്തിലേക്കും ഒക്കെ പോകുന്ന കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സാറ എന്നാണ്. അന്ന് ഫസ്റ്റ് കസിൻസിനെയൊക്കെ കല്യാണം കഴിക്കുന്ന ഒരു കാലമാണ്. ഈ സാറ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കസിൻ തന്നെയാണ്. ഈ സ്ത്രീയെ ഇദ്ദേഹം കല്യാണം കഴിച്ചെങ്കിലും ഇദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുണ്ടായില്ല. അപ്പം അന്നത്തെ ഒരു കൾച്ചർ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ധാരാളം സ്ത്രീകളുണ്ട്, പുരുഷന്മാരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഈ ഗോത്രത്തിലെ എലിവേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ ധാരാളം ദാസിമാരുണ്ടാവും. അപ്പോൾ ഈ സാറായ്ക്കും ഇതുപോലെ ധാരാളം ദാസിമാരുണ്ട്. അപ്പോൾ അന്നത്തെ ഒരു കൾച്ചർ അനുസരിച്ച് ഒരു സ്ത്രീക്ക് പ്രസവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ ഭർത്താവിൽ നിന്ന് അവരുടെ ദാസി ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ അവകാശം അതിൻ്റെ ഉടമസ്ഥയ്ക്കാണ്. ആ ദാസിയുടെ മാസ്റ്ററായിട്ടുള്ള പിന്നെ സ്ത്രീക്കാണ് ഈ കുഞ്ഞിൻ്റെ ഉടമസ്ഥത ഉണ്ടാവുക. അപ്പം അങ്ങനെ തനിക്ക് ഒരു കുഞ്ഞിനെ തനിക്ക് പ്രസവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഈ സാറ അവരുടെ ദാസിയായിട്ടുള്ള ഹാഗാറിനെ അബ്രാഹാമിനോട് പിന്നെ ചേർക്കുകയും അങ്ങനെ അതിൽ ഒരു കുഞ്ഞുണ്ടാവുകയും ചെയ്യും. ആ കുഞ്ഞിൻ്റെ പേരാണ് ഇസ്മായിൽ. പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പം സാറ തന്നെ ഗർഭിണിയായി. ഇപ്പം ബൈബിൾ പറയുന്നതൊക്കെ അത്ഭുതങ്ങളായിട്ടും ദൈവത്തിൻ്റെ ഇടപെടലുകളായിട്ടും ഒക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു ബൈബിളിക്കൽ പ്രീച്ചിങ്ങിലേക്കല്ല പോകുന്നത്, ഞാൻ ഇതിൻ്റെ ചരിത്രമാണ് പറയുന്നത്. അപ്പം പിന്നെ ഒരു 10-12 വർഷത്തിന് ശേഷം, 12-13 വർഷത്തിന് ശേഷം സാറ ഗർഭിണിയാവുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ആ സ്ത്രീ ആ കുഞ്ഞിൻ്റെ പേര് ഇസഹാക്ക് എന്നാണ്, നമ്മൾ ഇംഗ്ലീഷിൽ ഐസക് എന്ന് പറയും. അപ്പം അദ്ദേഹം പിന്നെ ജനിച്ചു കഴിഞ്ഞപ്പം സാറായിക്ക് സ്വാഭാവികമായിട്ടും ഈ ഹാഗാറിനോട് അസൂയയും അനിഷ്ടവും തോന്നാം എന്നുള്ളത് വളരെ സ്വാഭാവികമായ സംഗതിയാണ്. കാരണം എനിക്ക് സ്വന്തം മകനുണ്ടായി. അപ്പോൾ ഇനി വേറൊരു സ്ത്രീ നിശ്ചയമായും തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീയോട് അബ്രാഹത്തിന് താല്പര്യം ഉണ്ടാവും. അപ്പം ആ താല്പര്യം ഇവരിൽ അസൂയ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്തായാലും ഈ ഹാഗാറിനെ ഇവർ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. അങ്ങനെ ഇവർ വീട്ടിൽ ചവിട്ടി പുറത്താക്കിയതും അവർ പിന്നീട് ഈ പറയുന്ന അറേബ്യൻ ദേശത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നതും ഒക്കെ ബൈബിളിൽ സൂചനകളുണ്ട്. ഇപ്പം ഇപ്പോഴത്തെ അറബികൾ എന്ന് പറയുന്ന ആളുകൾ, അറബീസ് എന്ന് പറയുന്ന അറബി ഭാഷ സംസാരിക്കുന്ന ആളുകൾ പറയുന്നത് അവരുടെ പിതാവ് ഈ ഇസ്മായിലാണ് എന്നാണ്. ഇപ്പം ഈ ഇസ്രായേൽക്കാരുടെ പിതാവായിട്ട് ഐസക്കാണ്, ഇസഹാക്കാണ് ഇസ്രായേൽക്കാരുടെ. അബ്രഹാമിൽ നിന്നുള്ള അടുത്ത ജനറേഷൻ ഇസഹാക്കാണ്. പിന്നീട് ഓരോരോ ജനറേഷൻ്റെയും ഈ അബ്രഹാം മുതലുള്ള ജനറേഷനുടെ കൃത്യമായ കഥ നമുക്ക് ബൈബിളിൽ ലഭിക്കും. നേരെ മറിച്ച് ഇസ്മായിലിനെ സംബന്ധിച്ചുള്ള സ്റ്റോറി അവൈലബിൾ അല്ല. ഇസ്മായിലിനെ സംബന്ധിച്ചുള്ള സ്റ്റോറി അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് കഴിഞ്ഞ് അതവിടെ അവസാനിക്കുകയാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ മോശയുടെ
എക്സോഡസിൽ, പുറപ്പാടിൽ ഇസ്മായിലിയനുമായി കണ്ടുമുട്ടുന്ന എന്നിങ്ങനെയുള്ള ചില പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നല്ലാതെ ഇസ്മായിലിൻ്റെ പിന്മുറക്കാരെക്കുറിച്ച്, അവരുടെ തലമുറകളെക്കുറിച്ച് ബൈബിളിൽ കൃത്യമായ പരാമർശമില്ല. അപ്പോൾ നമ്മൾ ഇസഹാക്കിൽ, ഇദ്ദേഹത്തിൻ്റെ മകൻ ഇസഹാക്ക്, അപ്പോൾ ഇസഹാക്കിൻ്റെ അവിടെ വെച്ച് നമ്മൾ തൽക്കാലം ഇന്നത്തെ ഈ ചരിത്രം പറച്ചിൽ നിർത്തുകയാണ്. നാളെ നമ്മൾ ഇസഹാക്ക് മുതലുള്ള ചരിത്രം മുൻപോട്ട് പറയും. താങ്ക് യു.